നമസ്കാരം. ഗസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കൈറോയിൽ നടന്ന ചർച്ചയിൽ പുരോഗതിയൊന്നും കണ്ടില്ലെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 1.5 മാസം നീണ്ടു നിൽക്കുന്നതാണ് മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം. ആദ്യ ആഴ്ച 10 ബന്ദികളെയും രണ്ടാമത്തെ ആഴ്ച ബാക്കിയുള്ളവരെയും മോചിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. അവസാന വാരത്തിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറണം. ഇതിനു പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനത്തിന് പുറമെ ഗസയിലേക്ക് പൂർണ്ണമായ തോതിലുള്ള സഹായ വസ്തുക്കളും താൽക്കാലിക വസതികളും ഇസ്രയേൽ കൈമാറണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ പൂർണ്ണമായും അടിയറ വെച്ചെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാകൂ എന്ന ഈജിപ്ത് നിർദ്ദേശം തള്ളിയതായി സംഘടന അറിയിച്ചിട്ടുണ്ട്. നിരായുധീകരണം വെടിനിർത്തൽ ഉപാധിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹമാസ് ഈജിപ്തിനെ അറിയിച്ചതോടെ ചർച്ചയും വഴിമുട്ടി. എന്നാൽ ഇഡാൻ അലക്സാണ്ടർ ഉൾപ്പെടെ ജീവനോടെയുള്ള 24 ബന്ദികളുടെ മോചനത്തിന് എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞിരുന്നു. ഗസയിലേക്ക് സഹായം എത്തിക്കാനും ബന്ദികളുടെ മോചനവും ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും അറിയിച്ചിരുന്നു. അതിനിടെ $180 ദശലക്ഷം എയ്ത്താൻ പവർ പാക്ക് എഞ്ചിനുകൾ ഇസ്രയേലിന് കൈമാറാൻ US സ്റ്റേറ്റ് വകുപ്പ് തീരുമാനിച്ചു. അമേരിക്കയിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ലഭിക്കുന്നതോടെ ഗസയിൽ വ്യോമസേന വ്യാപക ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ സുരക്ഷ അമേരിക്കയുടെ ദേശീയ താൽപര്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് പെന്റഗൺ വ്യക്തമാക്കി. അതേസമയം ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഭക്ഷ്യ കുടിവെള്ള മരുന്ന് ക്ഷാമം ഗസയെ കടുത്ത മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിയിട്ടതായും UN അറിയിച്ചു. 500 ദിവസത്തിലധികമായി ഗസയിൽ നടക്കുന്ന കൂട്ടക്കുരുതിയിൽ ഇതിനകം മരണസംഖ്യ 51,000 കടന്നു കഴിഞ്ഞു. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയാണ് ഗാസ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ തടവിലാക്കപ്പെട്ട ബാക്കിയുള്ള ബന്ദികളിൽ പകുതി പേരെയും വിട്ടയച്ചാൽ 45 ദിവസത്തെ വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കാമെന്നായിരുന്നു ഇസ്രായേലിന്റെ നിലപാട്. കരാറിന്റെ ആദ്യ ആഴ്ചയിൽ പകുതി ബന്ദികളെ മോചിപ്പിക്കുക, കുറഞ്ഞത് 45 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, സഹായം നൽകുക എന്നിവ ഉൾപ്പെടുന്ന ഇസ്രയേലി നിർദ്ദേശം ഈജിപ്ഷ്യൻ മധ്യസ്ഥർ പാസാക്കിയതായാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. എന്നാൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ഇസ്രയേലിന്റെ ആവശ്യങ്ങളിൽ പ്രധാനം പലസ്തീൻ പോരാളികൾ നിരായുധരാകണമെന്നതാണ്. യുദ്ധത്തിന് സ്ഥിരമായ ഒരു അന്ത്യം കുറിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയായി ഹമാസിനെയും ഗാസ മുനമ്പിലെ എല്ലാ പലസ്തീൻ സായുധ വിഭാഗങ്ങളെയും നിരായുധീകരിക്കുക എന്ന ആവശ്യമാണ് ഇസ്രയേലിനുള്ളത്. എന്നാൽ ഹമാസിന്റെയും പ്രതിരോധ വിഭാഗങ്ങളുടെയും നിരായുധീകരണം എന്ന ഇസ്രയേൽ ആവശ്യം ഒരു ചുവന്ന വരയാണെന്നും അത് ചർച്ച ചെയ്യാൻ കഴിയില്ലെന്നും നിർദ്ദേശത്തോട് ഹമാസ് വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം മധ്യസ്ഥരിൽ നിന്ന് ലഭിച്ച ഗാസ വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗം അതിനോട് പ്രതികരിക്കുമെന്നുമായിരുന്നു ഹമാസ് പ്രതിരോധ പ്രസ്ഥാനം പറഞ്ഞിരുന്നത്.